പാലക്കാട് തോൽവിക്ക് പിന്നാലെ ബി.ജെ.പി. നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായി പന്തളം നഗരസഭ. ഭൂരിപക്ഷമുണ്ടായിട്ടും അവിശ്വാസ പ്രമേയത്തെ പോലും നേരിടാനാകാതെ രാജിവെച്ചതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ ഭിന്നത ശക്തം. ആഭ്യന്തര കലഹം രൂക്ഷമായ പന്തളം ബി.ജെ.പിയിൽ നിന്ന് ഇനിയും കൗൺസിലർമാർ പുറത്തേക്ക് തന്നെ എന്നാണ് സൂചന. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നു. സുജു ടി ബാബു, ബി.ജെ.പിയുടെ പാലക്കാടിന് ശേഷമുള്ള ഏക നഗരസഭയാണ്. അതാണ് പന്തളം നഗരസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിശ്വാസ പ്രമേയം വരുന്നതിന് തൊട്ട് മുമ്പ് അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെക്കുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ നീക്കങ്ങൾ? ഭരണത്തെ സംബന്ധിച്ചും വലിയ എതിർപ്പുകളുള്ള ഒരു സാഹചര്യമുണ്ട്. അജിംഷാദ്, പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബി.ജെ.പി. ഭരിക്കുന്ന രണ്ട് നഗരസഭകൾ. ഒന്നാണ് പന്തളം നഗരസഭ. അവിടുത്തെ ഭരണവിരുദ്ധ വികാരം, വലിയ ജനരോക്ഷമാണ് ബി.ജെ.പിക്കെതിരെ ഉയരുന്നത്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് ബി.ജെ.പി. നേതാക്കൾ തങ്ങൾക്കൊരു ഭരണം നൽകൂ, എങ്ങനെ ഭരിച്ചു കാണിക്കാമെന്ന് പലപ്പോഴും പറയുമ്പോൾ സംസ്ഥാനത്ത് ലഭിച്ച രണ്ട് നഗരസഭാ ഭരണവും അവരുടെ ഭരണത്തിനെതിരെയുള്ള ആ നഗരസഭയിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് പന്തളത്തിലേക്ക് വരുമ്പോൾ വലിയ ജനരോക്ഷം. അതിൽ അഴിമതി ആരോപണമുണ്ട്, കെടുകാര്യസ്ഥതയുണ്ട്, അശാസ്ത്രീയമായ നികുതി ബഹിഷ്കരണമുണ്ട്, ഫണ്ട് ലാപ്സാക്കുന്നു, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് ലാപ്സാക്കുന്ന വിഷയം, അതുപോലെ തന്നെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ. ഇത് ഒരു വശത്ത് നിൽക്കുന്നു. മറുഭാഗത്താണ് ബി.ജെ.പിക്കുള്ളിലെ കടുത്ത വിഭാഗീയത. ഇത് പന്തളത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മുമ്പ് ഈ പാലക്കാട് സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ ചാർജുള്ള സമയത്തെപ്പറ്റി കൃഷ്ണകുമാർ തോക്കുമ്പോൾ പന്തളത്തെ ഒരു പ്രവർത്തകനിട്ടത് പാലക്കാട് തോൽപ്പിച്ചു, ഇനി അനുഭവിക്കാൻ പോകുന്നത് പന്തളമെന്ന്. അത്തരത്തിൽ ബി.ജെ.പിക്കുള്ളിലെ ഈ വിഭാഗീയത കേവലം പന്തളത്തെ മാത്രം വിഷയമല്ല. ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സുരേന്ദ്രനോട് അടുത്തു നിൽക്കുന്ന ആളുകൾക്ക് പന്തളം നഗരസഭയുടെ അശോകൻ കുളറയോടുള്ള താല്പര്യക്കുറവാണ്. എടുത്തു പറയേണ്ടത് ഇന്നലെ നടന്ന സംഭവം. അതായത് ബി.ജെ.പി. ചെയർപേഴ്സണായിരിക്കുന്ന സുശീല സന്തോഷും അതുപോലെ യു രമ്യയും കയറിപ്പോന്നതിന് മാധ്യമങ്ങളോട് അനൗദ്യോഗികമായി പറഞ്ഞ് പാർട്ടി പറഞ്ഞത് അനുസരിക്കുമെന്ന 18 അംഗങ്ങൾ, അതായത് വ്യക്തമായ മെജോറിറ്റിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അവർ അവിശ്വാസ പ്രമേയത്തെ നേരിടുന്നതിന് മുമ്പ് രാജിവെക്കുന്നു. അത് ബി.ജെ.പി. ജില്ലാ നേതൃത്വം നിർബന്ധിച്ച് രാജിവെപ്പിച്ചതാണ്. അതിനവർ കാണുന്നത് അവിശ്വാസ പ്രമേയത്തിൽ തോറ്റുപോകുന്ന ഭയമാണ്. എന്നാലും ബി.ജെ.പിക്ക് വലിയ നാണംകേടായിരിക്കുകയാണ് ഈ വിഷയം. അജിംഷാദ്, അതായത് ഈ 18 അംഗ ബി.ജെ.പി. കൗൺസിലർമാർ, ഇവരിൽ പലരും ബി.ജെ.പിയോട് തന്നെ വലിയ വിധത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇന്നലെ തന്നെ. മാത്രമല്ല, അവിടുത്തെ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സുജു ടി ബാബു സൂചിപ്പിച്ചതുപോലെ വലിയ എതിർപ്പ് കൗൺസിലർമാർക്ക് ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഉണ്ട്. മാത്രമല്ല, ബി.ജെ.പിയിൽ സുരേന്ദ്രപക്ഷവും കൃഷ്ണദാസ് പക്ഷവും തമ്മിലുള്ള ഭിന്നിപ്പ്, ഗ്രൂപ്പ് പോരുകളൊക്കെ ഇതിലേക്ക് പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിശ്വാസം മറികടക്കില്ല, LDF കൊണ്ടുവന്ന അവിശ്വാസം മറികടക്കില്ല എന്ന ബോധ്യം കൃത്യമാകുന്നത് ബി.ജെ.പിക്ക്. ഒരുപക്ഷെ അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും രാജിവെപ്പിച്ച് തടിയൂരാനുള്ള ശ്രമം കൂടി ബി.ജെ.പി. നടത്തുന്നു. ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് പന്തളം നഗരസഭയിൽ രൂപപ്പെടുന്നത്. സുജു, തീർച്ചയായിട്ടും ബി.ജെ.പി. കനത്ത തിരിച്ചടിയാണ്. കാരണം സംസ്ഥാനത്തിന് ലഭിക്കുന്ന രണ്ട് നഗരസഭ, പാലക്കാടിലെ പ്രശ്നം നമ്മൾ ആവർത്തിക്കുന്നില്ല. പാലക്കാട് നഗരസഭയിലെ അംഗങ്ങളുടെ പ്രതികരണവും അതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തി. ഇനി പന്തളത്തിലെ കാര്യത്തിൽ ബി.ജെ.പി. അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്ത് പറയുന്നതാണ് അറിയാനായിട്ടോ. അതിൽ ഞാൻ സൂചിപ്പിച്ചത്, കാരണം ഒരു ഭരണം ലഭിക്കുന്നു, അതും ചില വികാരങ്ങൾ ഉണർത്തി വിട്ടുകൊണ്ട്, ചില വൈകാരികത മുതലാക്കിക്കൊണ്ട് ഭരണത്തിലേക്ക് എത്തുന്നു എന്നായിരുന്നു CPM ആരോപിച്ചത്. ഇന്നലെ അത് തന്നെയായിരുന്നു CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം. എന്നിട്ട് ആ ഭരണത്തിലേറുമ്പോൾ നിരവധി അഴിമതി ആരോപണം, അതിൽ ബി.ജെ.പി. കൗൺസിലറായ ഒരു വ്യക്തിക്കെതിരുണ്ടായ ആരോപണം, ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിലൊരു വീട് നൽകിയതിൽ ചില ഫണ്ട് തട്ടിപ്പ് ആരോപണം പോലും ഉയർന്നു. അങ്ങനെ സർവ്വമേഖലയിലും ബി.ജെ.പി. ഭരണത്തിനെതിരെ വലിയ ജനരോക്ഷം നിൽക്കുമ്പോഴാണ് അവിശ്വാസ പ്രമേയം എത്തുന്നത്. ഈ അവിശ്വാസ പ്രമേയത്തിൽ ബി.ജെ.പി. നേതാക്കൾക്ക് അവരുടെ നേതൃത്വത്തിന്, അതായത് അവരുടെ കൗൺസിലർമാരെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല. സാധാരണഗതിയിൽ അവിശ്വാസ പ്രമേയം കൂറുമാറ്റവും കാലുവാരലൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല. അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ VS സുരേഷിനോട് കൂടി ചേർന്നിട്ടും അവർക്ക് ഒരു ഉറപ്പ് കിട്ടുന്നില്ല. തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന കൗൺസിലർമാർ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് നൽകുമോ എന്ന വിഷയത്തിൽ അവർക്ക് ഉറപ്പ് ലഭിക്കുന്നില്ല. അതിൽ എടുത്തു പറയേണ്ട KV പ്രഭയെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. KV പ്രഭ ആദ്യം തന്നെ ഉയർത്തുന്ന വിഷയം എന്ന് പറയുന്നത് ബി.ജെ.പിയിലെ വിഭാഗീയതയല്ല, ബി.ജെ.പിയിലെ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഈ ഭരണത്തിനെതിരെയാണ് അയാൾ
മേൽ ശബ്ദമുയർത്തുന്ന ഭരണത്തിൽ നടത്തുന്ന അഴിമതി പ്രധാനമായി അദ്ദേഹം ചുട്ടിക്കാട്ടുന്ന സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത് BJP-യിലെ പന്തളം നഗരസഭ നടത്തുന്ന അശാസ്ത്രീയമായ നികുതി വർധനവ്. അത് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് നടത്തിയ അദാലത്തിലാണ് അതിനൊരു പരിഹാര നിർദ്ദേശം ഉടലെടുക്കുന്നത്. അങ്ങനെ ഒരു നഗരസഭാ ഭരണത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കൂടിയാണ് BJP-യിലെ കൗൺസിലർമാർ വിവിധ ശബ്ദമുയർത്തുന്നത്. അതിനോടൊപ്പം തന്നെ BJP-യിലെ രൂക്ഷമായ വിഭാഗീയത, അത് സംസ്ഥാന തലത്തിലുള്ള വിഭാഗീയത, ആ വിഭാഗീയതയുടെ പ്രതിഫലനം BJP പത്തനംതിട്ടയിലുമുണ്ട്. അതിന് ഉത്തരവാദികളായക്കെതിരെ വലിയ രൂക്ഷമാണ് BJP-യിലെ പ്രവർത്തകർക്കിടയിലുള്ളത്. അതുകൊണ്ടാണ് പാലക്കാട് തോൽവിക്ക് പിന്നാലെ പത്തനംതിട്ടയിലും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നിരുന്നു, പ്രത്യേകിച്ച് പന്തളത്ത്. കാരണം പന്തളം നഗരസഭയുടെ പന്തളത്തെ ചുമതല ഏറെക്കാലം C. കൃഷ്ണകുമാർ വഹിച്ചിരുന്നു. ഇപ്പോൾ അശോകൻ കുട്ടനാട് ഉൾപ്പെടെയുള്ള നേതൃത്വമാണ് അവരുടെ നേതൃത്വം നൽകുന്നത്. എന്നിരുന്നാൽ പോലും BJP-യിൽ കടുത്ത വിഭാഗീയത രൂക്ഷമാണ്. അതുപോലെ BJP-ക്കെതിരായ വിമർശനവും അതിശക്തമായി തുടരുമ്പോൾ ഭരണത്തിനെതിരായ ഒരു വികാരം ഉടലെടുക്കുമ്പോഴാണ് BJP-യുടെ ഭരണത്തിന് ഒരു അന്ത്യം കുറിക്കുന്നത്. ഇനി എന്ത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ സമവായ നീക്കത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു നീക്കത്തിലൂടെ BJP വീണ്ടും പന്തളത്ത് അധികാരത്തിൽ വന്നാൽ പോലും BJP-ക്ക് ഒരു വലിയ തക്കതായ താക്കീത്, ശക്തമായ ഒരു താക്കീത് നൽകാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരൽ LDF-ന് സാധിച്ചു. LDF-ന്റെ അവിശ്വാസ പ്രമേയം രാഷ്ട്രീയ വിജയമാണ് BJP നേതാക്കളുടെ രാജിയിലൂടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അജിംഷാദ, തീർച്ചയായും. കാരണം നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ KV പ്രഭ അത് BJP-യുടെ പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്നു നഗരസഭയ്ക്കുള്ളിൽ. പക്ഷേ അവർ പോലും BJP-യുമായി തെറ്റുകയാണ്. മാത്രമല്ല, അവർ പ്രതിഷേധത്തിൽ ഇടതുപക്ഷമടക്കം നഗരസഭയ്ക്കെതിരായ കെടുകാര്യസ്ഥതയ്ക്ക് മേൽ ഉയർത്തിയ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് BJP അവരെ പുറത്താക്കുന്നത്. അല്ലാതെ അവരെ പുറത്താക്കിയതല്ല, മറിച്ച് അവർ വിമത ശബ്ദം BJP-ക്കെതിരെ ഉയർത്തുകയും അവർ BJP-ക്ക് പുറത്തുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന പ്രതിഷേധങ്ങളിൽ, നഗരസഭയ്ക്കെതിരായ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് അവർക്ക് പുറത്താക്കേണ്ടി വരുന്നത്. അപ്പോൾ BJP-ക്കുള്ളിലെ വലിയ വിഷയം നഗരസഭയിലെ കെടുകാര്യസ്ഥത മാത്രമല്ല, ഇതൊക്കെ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ചയാകുമെന്ന് 2020 മുതൽ തുടരുന്ന ഈ ഭരണസമിതി നടത്തുന്ന ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഫണ്ടുകൾ ലാപ്സാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള കെടുകാര്യസ്ഥത ഇതൊക്കെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അജിംഷാദ്, രണ്ട് കാര്യം. ഒന്ന്, അജിംഷാദ് സൂചിപ്പിച്ച ശരിയാവണ്ണം കാര്യമാണ്. അത് ഈ ചർച്ചയ്ക്ക് വന്നാൽ BJP പരാജയപ്പെടുമെന്ന് ഉറപ്പാവുന്ന ഘട്ടത്തിലാണ് രാജിയിലേക്ക് കിടക്കുന്നത്. അതൊന്ന്. രണ്ട്, അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ഈ കൗൺസിലർമാർക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടും. അതിൽ അതിരൂക്ഷമായ വിമർശനം BJP-യിലെ സ്വാഭാവികമായിട്ട് രണ്ട് നഗരസഭയാണ് BJP-ക്ക് ഭരണമുള്ളത്. ഒന്ന് പന്തളം നഗരസഭയും പാലക്കാട്. അതുകൊണ്ട് തന്നെ പന്തളം നഗരസഭ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്താൽ അത് സംസ്ഥാനത്ത് എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത കൊടുക്കും. അതൊരു പക്ഷേ തത്സമയ വാർത്തയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ BJP-യുടെ ഭരണവിരുദ്ധത അല്ലെങ്കിൽ ഒരു നഗരസഭാ ഭരണം കിട്ടിയാൽ എങ്ങനെ ഭരിച്ചു കൊളവാക്കാമെന്നുള്ള കാര്യത്തിൽ ചർച്ച ഉയർന്നാൽ അത് BJP സംസ്ഥാന നേതൃത്വത്തിന് നാണക്കേടാണ്. അതും കൂടി ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അത് BJP ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നു.